കേൾക്കാറുണ്ടോ? കേൾക്കാറുണ്ട് സാർ. പറ്റാത്ത ദിവസം യൂട്യൂബിൽ ലൈവ് റെക്കോർഡഡ് കാണും. എല്ലാവർക്കും നമസ്കാരം. കോട്ടയം തിരുനക്കര തൃക്കൈക്കാട്ട് സ്വാമിയാർമഠം ശ്രീരാമ ഹനുമത് ദേവസ്ഥാനം അവിടെ പ്രവർത്തിക്കുന്ന പ്രസരം സംസ്കൃത സമാജം അവിടെ പഠിക്കുന്ന വിദ്യാർത്ഥികൾ അവതരിപ്പിക്കുന്ന രാമായണ പ്രഭാഷണ പരമ്പരയിൽ ഇന്ന് പ്രഭാഷണം നടത്തുന്നത് ശ്രീ രാധാകൃഷ്ണൻ നമ്പൂതിരി അവർകളാണ്. വിഷയം സേതുബന്ധനം. ഏറ്റവും ആദരവോടും ബഹുമാനത്തോടും കൂടി ശ്രീ രാധാകൃഷ്ണൻ നമ്പൂതിരി അദ്ദേഹത്തെ പ്രഭാഷണത്തിനായിട്ട് ക്ഷണിക്കുന്നു. ഓം സദാശിവസമാരംഭം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരം. സ്മൃതിപുരാണാനാമാലയം കരുണാലയം നമാമി ഭഗവത്പാദം ശങ്കരം ലോകശങ്കരം. ശങ്കരം ശങ്കരാചാര്യം കേശവം ബാദരായണം സൂത്രഭാഷ്യകൃതൗ വന്ദേ ഭഗവന്തൗ പുനഃ പുനഃ. ഈശ്വരോ ഗുരുരാത്മേതി മൂർത്തിഭേദവിഭാഗിനേ വ്യോമവ്യാപ്തദേഹായ ദക്ഷിണാമൂർത്തേ നമഃ. ഓം ഗുരുഭ്യോ നമഃ. ഓം ഗണപതേ നമഃ. ഓം സരസ്വത്യേ നമഃ. എല്ലാവർക്കും നമസ്കാരം. ആദരണീയനായ ആചാര്യൻ വിശ്വനാഥൻ നമ്പൂതിരി സർ, മര്യാദ പുരുഷോത്തമനായ മധുച്ചേട്ടൻ, സംയോജകനായ പരമേശ്വർജി, വിദ്യ മഹേഷ് ടീം, സംപൂജ്യരായ ഗുരുജനങ്ങളെ, സഹപഠിതാക്കളെ, ശ്രോതാക്കളെ, കുഞ്ഞുങ്ങളെ, എല്ലാവർക്കും വിനീതമായ നമസ്കാരം. പരമേശ്വർജിക്ക് ഒരു വലിയ നമസ്കാരം കൂടെ. കാരണം ഒരു ചെറിയ കാര്യമായിട്ട് അത് ചെയ്യുന്നത്. കഴിഞ്ഞ 2 വർഷമായി, 3-ാമത്തെ വർഷമാണിതെന്ന് തോന്നുന്നു. ആദ്യത്തെ വർഷം തുടങ്ങിയപ്പോൾ രാമായണത്തിലെ താപസന്മാർ എന്ന വിഷയത്തെ അധികരിച്ചാണ് ഞാൻ സംസാരിച്ചത്. 2-ാമത്തെ വർഷം രാമായണത്തിലെ സീതയെ പറ്റിയായി. ഈ 3-ാം വർഷം ചെറിയൊരു സബ്ജക്റ്റാണ് കിട്ടിയത്, സേതുബന്ധനം. അത് പറഞ്ഞു വന്നത് അതല്ല, ഈ കുട്ടികളെ ഇങ്ങനെ ഇതിലേക്ക് ആകർഷിച്ചു കൊണ്ടുവന്ന് അവരെ കൊണ്ട് ഇതുപോലെയുള്ള കാര്യങ്ങൾ അവതരിപ്പിക്കാൻ പഠിപ്പിക്കുന്നതിന് വലിയൊരു കാര്യമാണ്. കാരണം ഇംഗ്ലീഷ് പറയാറുണ്ട് ക്യാച്ച് ദം യങ്. സത്യത്തില് അവരെ ചെറുപ്പത്തിലേ ഇങ്ങനെ ഈ ലൈനിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ, ഒന്ന് അവർക്ക് സാഹിത്യമായിട്ടൊരു പരിചയം ഉണ്ടാവും, 2 നമ്മുടെ സംസ്കാരവുമായിട്ടൊരു പരിചയം ഉണ്ടാവും, 3 ഇതുപോലെയുള്ള കാര്യങ്ങൾ പ്രസന്റ് ചെയ്യാനുള്ള ഒരു കഴിവുണ്ടാവും, 4 ഈ ഒരു ലൈനിക്കൂടെ മറിച്ചേട്ടൻ പറയുന്ന പോലെ രാമായണം വായിച്ച് പരിശീലിക്കും. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള വിവിധ തരത്തിലുള്ള കാര്യങ്ങളാണ്, എന്താ പറയുക, നേട്ടങ്ങളാണ് ഇതുകൊണ്ട് ഉണ്ടാകുന്നത്. ഇപ്പൊ നമ്മളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സന്യാസത്തിലോട്ട്, വാനപ്രസ്ഥവും സന്യാസവും ഒക്കെ ആയിട്ട് പോകുന്നതാണ്. പക്ഷേ കുട്ടികൾ ബ്രഹ്മചര്യവും ഗൃഹസ്ഥാശ്രമവും ഇനി അവർക്ക് ഒരുപാട് സമയമുണ്ട്. അപ്പോൾ അങ്ങനെ ചെയ്യാൻ അവരെ പ്രേരിപ്പിക്കുന്നതും പഠിപ്പിക്കുന്നതും ഒരു വലിയ കാര്യമാണ്. അതുകൊണ്ട് പരമേശ്വർജിക്ക് വീണ്ടും ഒരു നമസ്കാരം. ഇന്ന് രാമായണ മാസത്തിന്റെ 23-ാം ദിവസമാണ്, കർക്കിടകം 23. നമ്മൾ ക്രമമായിട്ട് രാമായണം വായിച്ചു വന്നു കഴിഞ്ഞാൽ ഈ ദിവസം നമ്മൾ അനുസ്മരിക്കേണ്ട വിഷയങ്ങൾ ഒന്ന് വിഭീഷണൻ ശ്രീരാമ സന്നിധിയിൽ നിന്നുള്ളതും ശുഖബന്ധനവും സേതുബന്ധനവുമാണ്. അത് കൃത്യമായിട്ട് സേതുബന്ധനം തന്നെ ഇന്ന് വരികയും ചെയ്തിട്ടുണ്ട്. ഇന്നലെ ശ്രീമതി അംബിക വിഭീഷണൻ ശ്രീരാമ സന്നിധിയിൽ എന്ന വിഷയത്തെ അധികരിച്ച് നമ്മളോട് സംസാരിക്കുകയുണ്ടായി. വളരെ നല്ല രീതിയിലുള്ള ഒരു പ്രഭാഷണമായിരുന്നു. ഇപ്പോ സേതുബന്ധനം എന്നുള്ള വിഷയത്തെ ആസ്പദമാക്കി നിങ്ങളുമായിട്ട് ചില ചിന്തകൾ പങ്കുവയ്ക്കാം എന്ന് വിചാരിക്കുന്നു. അതിനു മുമ്പ് മുഖവുര എന്ന നിലയിൽ ഒരു കാര്യം കൂടെ ഒന്ന് പറയട്ടെ. കഥ പറയുമ്പോൾ ഇവിടെ മുഖ്യമായിട്ടും ആശ്രയിക്കുന്നത് അധ്യാത്മരാമായണത്തെയാണ്. അതിന് കാരണമുണ്ട്. പുരാരി ഗിരിസംഭൂത ശ്രീരാമാർണവ സംഗത അധ്യാത്മരാമ ഗംഗേയം പുരാതി ഭുവനത്രയം എന്ന് പറയാറുണ്ട്. അതായത് ശ്രീ പരമേശ്വരനാകുന്ന ഹിമാലയത്തിൽ നിന്ന് ഉദ്ഭവിച്ച് കീഴ്പോട്ടൊഴുകി വാൽമീകി രാമായണമാകുന്ന സമുദ്രത്തിൽ ചെന്നു ചേരുന്ന അധ്യാത്മരാമായണമാകുന്ന ഗംഗാനദി 3 ലോകത്തെയും ശുദ്ധീകരിക്കുന്നു എന്നാണ് അതിനർത്ഥം. നദികളൊക്കെ സമുദ്രത്തിൽ നിന്നുണ്ടായി സമുദ്രത്തിൽ വിലയം പ്രാപിക്കുന്നവയാണ്.
ആദ്യാവസാനം സമുദ്ര സ്വരൂപങ്ങളാണെങ്കിലും നദികൾ സമുദ്രത്തെക്കാൾ ഒരുപക്ഷെ ശ്രേഷ്ഠമാണെന്ന് പറയാം. അത് കൂടുതൽ ഉപയോഗയോഗ്യമായതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. വാൽമീകി രാമായണം 24,000 ശ്ലോകങ്ങളുള്ള അപാരമായ കൃതിയാണ്. അതിൻ്റെ മുൻപില് ഒരുപക്ഷെ അല്പമാണ് അധ്യാത്മരാമായണം എന്ന് തോന്നിയേക്കാം, എങ്കിലും കൂടുതൽ ശ്രേഷ്ഠമാണ്. അധ്യാത്മരാമായണം കൂടുതൽ ശ്രേഷ്ഠമായതിന് കാരണം ഈ വാൽമീകി രാമായണം ഒരാളെ രസിപ്പിക്കുന്നതാണെങ്കിൽ അധ്യാത്മരാമായണം ഒരു ജീവനെ തന്നെ ശുദ്ധീകരിക്കുന്നതാണ്. ആത്മീയ മാർഗത്തിൽ ഏറ്റവും സുന്ദരമായൊരു പുതിയ വെളിച്ചം പരത്തുന്നുണ്ട് അധ്യാത്മരാമായണം. കെട്ടുറപ്പുള്ള കഥാഘടനയിലൂടെ ശുക്തിപൂർവകമായ തത്വവിചാരം കൊണ്ടും ചിത്തത്തിന്റെ അടിയിലേക്ക് ഇറങ്ങിച്ചെല്ലുന്ന ഭക്തി പ്രകടനം കൊണ്ടും സാധകരുടെ മനസ്സിനെ, അവരുടെ ചിന്തയെ അധ്യാത്മരാമായണം ഹഠാത് ആകർഷിക്കുന്നുവെന്ന് പറയാതെ വയ്യ. രാമായണത്തെ പറ്റി പൊതുവെ പറയുകയാണെങ്കിൽ ആകൃതി കൊണ്ട് കേവലം ഒരു ഇതിഹാസമാണെങ്കിലും അതിലും എത്രയോ ഉപരിയാണ് അതിൻ്റെ സ്ഥാനം. കേട്ടുകേൾവിയുള്ള കഥകളിൽ കൂടെ തത്വങ്ങളുടെ ആവിഷ്കാരവും സമർത്ഥനവുമാണല്ലോ ഇതിഹാസത്തിന്റെ രൂപം. അതിനു മുകളിലാണ് രാമായണത്തിന്റെ സ്ഥാനമെന്ന് ചിന്തിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും. മനുഷ്യന്റെ ധർമ്മനിഷ്ഠയാകുന്ന അതിർത്തിയുടെ ഉള്ളിൽ ഈശ്വരനെ ഒതുക്കി നിർത്തുകയെന്ന അത്ഭുത കൃത്യവും രാമായണത്തിൽ ചെയ്യുവാൻ സാധിച്ചിട്ടുണ്ട്. ശ്രീരാമന്റെ സത്യനിഷ്ഠ, ഏകപത്നി വ്രതം എന്നിവ അതിന് ഉദാഹരണങ്ങളാണ്. വാൽമീകി രാമായണം ആദർശവാനായ ഒരു ഉത്തമ മനുഷ്യൻ എന്ന നിലയിൽ ശ്രീരാമനെ ചിത്രീകരിക്കുമ്പോൾ അധ്യാത്മരാമായണം ശ്രീരാമനെ സാക്ഷാൽ ഈശ്വരാവതാരമായി കാണിച്ചു തരുന്നു. ഈശ്വരനെങ്കിലും മനുഷ്യനായി അവതരിച്ചു കഴിഞ്ഞ് ഒരു മനുഷ്യൻ അഭിമുഖീകരിക്കാനിടയുള്ള എല്ലാ പ്രതിസന്ധികളും ശ്രീരാമന് നേരിടേണ്ടി വരുന്നു. ONV കുറിപ്പ് നമ്മുടെ ഗുരുവായൂരപ്പൻ എന്ന് പറഞ്ഞ സിനിമയിലാണെന്ന് തോന്നുന്നു, നമ്മളെ പഠിക്കില്ലേ, കേട്ടിട്ടുണ്ടല്ലോ. ഈശ്വരൻ മനുഷ്യനായി അവതരിച്ചു, ഈ മണ്ണിൻ ദുഃഖങ്ങൾ സ്വയം വരിച്ചു, ഇരവും പകലും കരയും കടലും ഇടചേർന്ന ജീവിത കളിയരങ്ങിൽ ഈശ്വരൻ മനുഷ്യനായി അവതരിച്ചു. ഇത് തന്നെയാണ് നാരായണീയത്തിലും 35-ാമത്തെ ദശകത്തിൽ പറഞ്ഞിട്ടുണ്ട്. സ്വയം മർത്യാവതാര സ്തവഖലു നിയതം മർത്യശിക്ഷാർത്ഥമേവം ആണ് ഈ ശ്രീരാമൻ മനുഷ്യനായിട്ട് അവതരിച്ച് നമുക്ക്, അതായത് ഈശ്വരനാണെങ്കിൽ പോലും ഈശ്വരൻ എല്ലാം ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിലും നമ്മളെ ഒരു മനുഷ്യൻ എങ്ങനെയാണ് ജീവിക്കേണ്ടതെന്നുള്ള രാമോ വിഗ്രഹവാൻ ധർമ്മ എന്നുള്ളതായിരിക്കും ധർമ്മത്തിന്റെ മൂർത്തിമത് ഭാവമായിട്ട് അത് നമുക്ക് ശ്രീരാമൻ കാണിച്ചു തന്നൊരു മാതൃകാ പുരുഷനാണ് ശ്രീരാമൻ. ഈശ്വരൻ മനുഷ്യനെ പോലെ ആയിത്തീരാ എന്നതിനേക്കാൾ ഒരു പക്ഷേ ഉദാത്തമാണ് മനുഷ്യൻ ഈശ്വരനാവുക എന്നത്. അതാണ് അധ്യാത്മരാമായണം നിർവഹിക്കുന്നത്. പലതരം കഥാപാത്രങ്ങളിലൂടെ ജീവനും ഈശ്വരനും തമ്മിലുള്ള ബന്ധത്തെ പല സ്വരൂപത്തിൽ ചിത്രീകരിച്ചു. രാമായണത്തില് പൊതുവെ 4 തരം ആൾക്കാരാണുള്ളത്: വാനവര്, ദാനവര്, മാനവര്, വാനരര്. ബന്ധുവായും സ്നേഹിതനായും ഭൃത്യനായും ഭക്തനായും ശത്രുവായും ഒക്കെ ഒരു ജീവന് ഈശ്വരനോട് അടുക്കാൻ കഴിയുമെന്ന് രാമായണം നമ്മെ പഠിപ്പിക്കുന്നു. ധർമ്മം തെറ്റാതെ ജീവിക്കുന്ന ഒരാൾക്ക് ആ ധർമ്മനിഷ്ഠ ഒന്നുകൊണ്ട് തന്നെ ജന്മസാഫല്യം കൈവരുമെന്ന് കാണിച്ചു തരുന്ന ഒരുതരം ചിത്തശുദ്ധി വന്ന് ഭക്തിജ്ഞാന വൈരാഗ്യങ്ങൾ ഉണ്ടായാൽ വെറും പ്രാകൃതനായ മനുഷ്യനും പക്ഷിമൃഗാദികൾക്ക് കൂടിയും ഈശ്വരത്വം പ്രാപിക്കാമെന്ന് വ്യക്തമാകും. ഈശ്വരൻ എന്നുള്ള നിലയിൽ സർവശക്തനാണ് ശ്രീരാമൻ. എന്നിരുന്നാലും അവതാരമെടുത്ത് അന്നു മുതൽ അദ്ദേഹം ഒരു മനുഷ്യനായി ധർമ്മത്തിന്റെ മൂർത്തിമത് ഭാവമായി ജീവിച്ചു കാണിക്കുകയാണ്. ഇത്രയും കുറച്ച് ദീർഘമായ ആമുഖമാണെങ്കിലും സേതുബന്ധനം എന്ന് പറയുന്ന ആ ഒരു ചെറിയൊരു കഥാഭാഗം നമുക്കത് ഇത്രയും ഒരു ആമുഖത്തോടു കൂടി അവതരിപ്പിക്കുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലതെന്ന് തോന്നിയതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. ഇത്രയും പറഞ്ഞുകൊണ്ട് ഒരു സേതുബന്ധനം എന്ന കഥാഭാഗത്തേക്ക് കടക്കാം. അതായത് സുന്ദരനായ ഹനുമാൻ, സുന്ദരകാന്ഡം എന്നറിയപ്പെടുന്നത് അതുകൊണ്ടാണ്. സുന്ദര ഹനുമാൻ ലങ്കയിലെത്തി സീതാദേവിയെ കാണുന്നു. മടക്കത്തിൽ സീതയെ തോളിലും ചുമലിലും എടുത്ത് കൊണ്ടുവരാമായിരുന്നു. പക്ഷെ അങ്ങനെയെങ്കിൽ നമ്മുടെ ശ്രീരാമന്റെ അവതാരോദ്ദേശം നടക്കത്തില്ല എന്നുള്ളത് കൊണ്ട് സീതാദേവി തന്നെ പറഞ്ഞു, അത് ഭർത്താവിന് അപമാനമാണ്, ഭർത്താവ് ഇവിടെ വന്ന് നമ്മളെ രാവണനെ നിഗ്രഹിച്ച് എന്നെ വീണ്ടെടുത്ത് കൊണ്ടുപോകുന്നതാണ് ഉചിതം എന്ന് പറഞ്ഞതനുസരിച്ച് ശ്രീരാമൻ തിരികെ വന്ന് വിവരങ്ങളൊക്കെ അറിയിക്കുന്നു. അതായത് സീതാദേവി ലങ്കയിലുണ്ട് എന്നുള്ള ഉറപ്പ് കിട്ടിക്കഴിഞ്ഞപ്പോൾ അങ്ങോട്ടേക്ക് പോകുക എന്നുള്ളത് അനിവാര്യമായി. ഒരു പക്ഷേ സീതാ സ്വയംവരം നടക്കാതിരുന്നെങ്കിൽ, ശ്രീരാമാഭിഷേകം മുടങ്ങാതിരുന്നെങ്കിൽ, വനവാസത്തിന് കാട്ടിൽ പോകാൻ കൂട്ടാക്കാതിരുന്നെങ്കിൽ
സീതയുടെ ആഗ്രഹം നിറവേറ്റാൻ പൊന്മാന്റെ പിറകെ പോകാതിരുന്നെങ്കിൽ, സീതാപഹരണം നടക്കാതിരുന്നെങ്കിൽ, എങ്ങനെയൊക്കെ ആയിരുന്നെങ്കിൽ രാമായണ കഥ മറ്റൊന്നും ആകുമായിരുന്നു. അപ്പോൾ സീത ലങ്കയിലുണ്ടെന്ന് ഉറപ്പായ സ്ഥിതിക്ക് അങ്ങോട്ടേക്ക് പോയേ പറ്റും. അപ്പൊ അതിനെന്താ വഴി എന്നുള്ളത് ആലോചിച്ചപ്പോഴാണ് ഒന്നുകിൽ നമ്മൾ വലിയ കപ്പൽ പോലുള്ള സാധനം ഉണ്ടാക്കിയിട്ടാ പോകണം. പക്ഷേ 1 ദശലക്ഷം, 1 മില്യൺ, 10 ലക്ഷം വാനരന്മാരുണ്ടെന്നാണ് ഏകദേശം ഒരു കണക്ക്. ഇത്രയും പേർക്കും കൂടെ ഇങ്ങനെ പോകാൻ പറ്റാത്തതുകൊണ്ടാണ് ചിറ കെട്ടാനുള്ള ഉചിതമായ ഒരു തീരുമാനം എടുത്തത്. അത് തന്നെയല്ല, വാനരന്മാർ ഉറപ്പ് കൊടുത്തു ശ്രീരാമന്. അപ്പോ നമുക്കിത് ചെയ്തു കളയാൻ നോക്കും. അങ്ങനെ തിറ കെട്ടാൻ തീരുമാനിച്ചു. അപ്പൊ രാവണ സഹോദരനായ വിഭീഷണൻ രാവണനെ ഉപദേശിച്ച് സീതയെ മടക്കി കൊടുക്കാൻ പറഞ്ഞെങ്കിലും രാവണൻ ചെവിക്കൊണ്ടില്ല എന്ന് മാത്രമല്ല, വിഭീഷണന് നേരെ വാളോങ്ങുക ചെയ്തത്. അപ്പൊ അത് ഭയചകിതനായ വിഭീഷണൻ രാമന്റെ അരികെ എത്തി. എന്നിട്ട് അവിടെ വെച്ചിട്ടാണ് അടുത്ത ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വിഭീഷണൻ ശ്രീരാമ സന്നിധി എന്ന് കാര്യങ്ങളൊക്കെ പറയും. അത് കഴിഞ്ഞാൽ ഈ ശുഗന്റെ കഥ. ശുഗൻ എന്ന് പറയുന്ന ഒരു രാക്ഷസനായിരുന്നു, ഒരു പാവം പേടിത്തൊണ്ടെന്ന്. പക്ഷെ അങ്ങേരെ എന്നിട്ട് രാവണൻ ശുഗനെ ഒരു സന്ദേശം കൊടുത്ത് സുഗ്രീവന്റെ അടുത്തോട്ട് അയക്കും. സുഗ്രീവന്റെ അടുത്തോട്ട് അയച്ചിട്ട് ശുഗൻ പേടിച്ചാണെങ്കിലും ആകാശമാർഗത്തിൽ കൂടെ അവിടെ വന്നിട്ട് ഈ ദൂത് പറയും. ദൂത് എന്താണെന്ന് വെച്ചാല്, രാക്ഷസാധീശ്വരൻ വാക്കുകൾ കേൾക്ക നീ, ഭാസ്കരസൂനോ പരാക്രമവാരിധേ, ഭാനുതനേനാം ഭാഗതേയാംബുദേ വാനരരാജമഹാകുല സംഭവ, ആദിതേയന്തസുതാനുജനാകയാൽ ഭ്രാതൃസമാനൻ ഭവാൻ മമ നിർണയം, നിന്നോട് വൈരമെനിക്കേതുമില്ല, മറ്റെന്നിൽ വിരോധം നിനക്കുമില്ലേതുമേ, രാജകുമാരനാം രാമഭാര്യാം അഹം വ്യാജേന കൊണ്ടുപോകുന്നതിനെന്തു തേ, മർക്കടസേനയോടമതിവിദ്രുതം കിഷ്കിന്ധായാം നഗരിക്കു പൊയ്ക്കൊള്ളുക നീ, ദേവാദികളാലും അപ്രാപ്യമായോരു കേവലമെന്നുടലങ്കാപുരമിടോ, അൽപാസുരന്മാർ മനുഷ്യരും എത്രയും ദുർബലന്മാരായ വാനരയൂഥവും എന്തോന്നു കാട്ടുന്നതെന്നോടിവിടെ വന്നന്ധകാരം നിനച്ചിടായിക നീ വൃഥ. ഇതാണ് രാവണൻ സുഗ്രീവനോട് പറഞ്ഞത്. സുഗ്രീവൻ ചേട്ടാ, എന്തിനാണ് ഇവിടെ നമ്മൾ തമ്മിൽ വിരോധമൊന്നുമില്ലല്ലോ, ഞാനൊരു അവിടുന്ന് രാജകുമാരിയെ അടിച്ചുകൊണ്ട് പോകുന്നെന്ന് വിചാരിച്ചിട്ട് നിനക്കെന്താണ് കുഴപ്പം? നീ എത്രയും പെട്ടെന്ന് എന്നോട് യുദ്ധം ചെയ്യാൻ ഒരുമ്പിടാതെ സ്ഥലം വിട്ടോളാൻ പറയും. അപ്പോ ആ ദൂത് പറഞ്ഞു കഴിഞ്ഞപ്പോ വാനരന്മാരെല്ലാം കൂടെ ഈ ശുഗരാക്ഷസനെ പിടിച്ച് താഴെയിട്ട് ആക്രമിച്ച് പിടിച്ച് താഴെ എത്തിച്ച് കണക്കിന് പരിഹസിക്കുകയും ചെയ്തു. എന്നിട്ട് അടിക്കാനൊരുങ്ങിയപ്പോഴാണ് ശുഗൻ കരയാൻ തുടങ്ങി. ശുഗൻ ശ്രീരാമനെ വിളിച്ച് നിലവിളിച്ചു, ദൂതനെ കൊല്ലുന്ന ഉചിതമല്ലെന്നും പറഞ്ഞു. അപ്പൊ ശ്രീരാമൻ വാനരന്മാരെ വിലക്കി ശുഗനെ മോചിപ്പിച്ചു. അപ്പൊ ശുഗൻ ചോദിച്ചു, ഞാൻ അവിടെ തിരിച്ചു ചെന്ന് രാവണനോട് എന്താണ് പറയേണ്ടതെന്ന് സുഗ്രീവനോട് ചോദിച്ചു. അപ്പൊ സുഗ്രീവൻ പറഞ്ഞ 4 വരിയുണ്ട്, പ്രധാനമാണ്. ചൊല്ലുള്ള ബാലിയെ പോലെ ഭവാനെയും കൊല്ലേണമാശു സപുത്ര ബലന്വിതം, ശ്രീരാമപത്നിയെ കട്ടുകൊണ്ടീടിന ചോരനെയും കൊന്നു ജാനകി തന്നെയും കൊണ്ടുപോകേണമെനിക്കു കിഷ്കിന്ധയ്ക്ക് രണ്ടില്ലതിരെന്നു ചെന്നു ചൊല്ലിയിടുതി എന്ന് പറഞ്ഞിട്ട് ശുഗനെ മടക്കി അയച്ചു. ശുഗൻ ചെന്നു രാവണന്റെ അടുത്ത് പറഞ്ഞു. രാവണൻ ആകെപ്പാടെ അധികം ദുഃഖിതനായിട്ട് ഇനി എന്താ ചെയ്യേണ്ടതെന്ന് ആലോചിച്ചു. അനുചരന്മാരെയൊക്കെ വിളിച്ചു. എന്നിട്ട് യുദ്ധത്തിന് തയ്യാറായിക്കൊള്ളാൻ പറഞ്ഞു. അപ്പൊ അണികൾക്കൊക്കെ ഒരു ആശങ്കയുണ്ടായിരുന്നു, ഇതൊക്കെ വേണ്ടാത്തതാണ്, ഇതൊക്കെ ഒഴിവാക്കാവുന്നതാണ്. അങ്ങനെയാണെങ്കിലും രാജകൽപ്പന എന്നുള്ള നിലയ്ക്ക് അവര് അതനുസരിക്കാൻ തയ്യാറായിരിക്കുക. അപ്പൊ ആ സമയത്താണ് ഇവിടെ കടലിൻ ഇക്കരെ ഇപ്പൊ എങ്ങനെയാ നമ്മളെ ചിറ കെട്ടാൻ തീരുമാനിച്ചു. എങ്ങനെയാണ് ചിറ കെട്ടേണ്ടതെന്ന് ആലോചിച്ചപ്പോഴാണ് അവർ പറഞ്ഞത്, നമുക്ക് ഈ സമുദ്രാധിപനും ദേവപ്രവരനായ വരുണനെ ഒന്ന് പ്രാർത്ഥിച്ചിട്ട് വരുണനെ പ്രത്യക്ഷപ്പെടുത്തി വരുണന്റെ ഉപദേശം അനുസരിച്ചിട്ട് ഏറ്റവും ചെറിയ റൂട്ടിൽ ഒരു ചിറ കെട്ടി കൊണ്ടുപോകാം എന്നുള്ള നിലയ്ക്ക് പറഞ്ഞപ്പോൾ അത് ഉചിതമാണെന്ന് തോന്നി. ശ്രീരാമൻ കിഴക്കോട്ട് ദർഭ വിരിച്ച് പ്രാർത്ഥിച്ചു. 3 ദിവസം അഹോരാത്രം പ്രാർത്ഥിച്ചിട്ടും കടലിന് യാതൊരു ഇളക്കവും ഉണ്ടായില്ല. വരുണനൊട്ട് പ്രത്യക്ഷമായില്ല. അപ്പോഴാ ശരിക്കും പറഞ്ഞാൽ ശ്രീരാമദേവന് ശരിക്കും ദേഷ്യം വന്നൊരു സമയമാണ്. ക്രോധം വന്നിട്ട് ഞാൻ ഇതിനെ ഒരു പാഠം പഠിപ്പിക്കാം. സമുദ്രത്തിനെ ശരിക്കും പറഞ്ഞാൽ അമ്പെയ്ത് അഗ്നി വർഷിച്ച് സമുദ്രത്തെ വറ്റി വരട്ടാനുള്ള ഒരു ധൈര്യം ശ്രീരാമൻ ലക്ഷ്മണനോട് പറഞ്ഞു, അമ്പും വില്ലും കൊണ്ടുപോകാന്ന് പറഞ്ഞു. അത് കൊണ്ടുവന്ന് ശരിക്കും അത് കൊണ്ടുവന്ന് കഴിഞ്ഞ് ഇതിനുള്ള ആക്രമണം തുടങ്ങാൻ ചെയ്തപ്പോഴത്തേക്കിന് ആകപ്പാടെ സമുദ്രത്തെ ഭസ്മമാക്കുവാൻ തയ്യാറായ ശ്രീരാമചന്ദ്രന്റെ ക്രോധം ശരിക്കും അവർണ്ണനീയമായിരുന്നു. അന്തരീക്ഷമാകെ മാറി, കടൽ ക്ഷോഭിച്ചു,
ഭൂമി വിറച്ചു, സൂര്യൻ നിറം മങ്ങി, ജീവികളൊക്കെ പേടിച്ചു വിറച്ചു. അത്രയും ആയപ്പോഴാണ് സാക്ഷാൽ വരുണൻ സർവാഭരണ ഭൂഷിതനായി പ്രത്യക്ഷനായി. എന്നിട്ട് കൈ നിറയെ കൊണ്ടുവന്ന അമൂല്യ രത്നങ്ങളൊക്കെ ശ്രീരാമന്റെ പാതാരവിന്ദത്തിൽ സമർപ്പിച്ചു. സാഷ്ടാംഗ പ്രണാമം ചെയ്ത് ഭക്തിപൂർവ്വം സ്തുതിച്ചു. ത്രാഹിമാം ത്രാഹിമാം ത്രൈലോക്യപാലക, ത്രാഹിമാം വിഷ്ണോ ജഗൽപദേ, ത്രാഹിമാം പൗലസ്ത്യനാശന, ത്രാഹിമാം രമാപദേ. അങ്ങനെ ദീർഘമായ ഒരു സ്തുതിയൊക്കെ കഴിഞ്ഞപ്പോൾ വരുണൻ ശ്രീരാമനോട് പറഞ്ഞു, അതായത് അങ്ങ് നാരായണനാണെന്നും അങ്ങാണ് ഈ പ്രപഞ്ചം മുഴുവൻ സൃഷ്ടിക്കുന്നതിന്റെ മൂല ഹേതു എന്നുള്ളതും എല്ലാം എനിക്ക് മനസ്സിലായി, എന്നോട് ക്ഷമിക്കണം. എന്തായാലും ഇവിടുന്ന് അങ്ങേക്ക് ലങ്കയിലേക്ക് പോകാനുള്ള ഏറ്റവും എളുപ്പ വഴി ഇന്നതാണെന്ന് കാണിച്ചു കൊടുത്തു. അവിടെ ചിറ കെട്ടാനുള്ള സൗകര്യം ചെയ്തു കൊടുത്തു. ശ്രീരാമൻ ഒരു അമ്പ ചെയ്ത് ആ സ്ഥലത്ത് നിന്ന് പതുക്കെ നമുക്ക് അങ്ങോട്ട് ചിറകെട്ടുകയും തുടങ്ങി. ചിറകെട്ടി ഓരോ ആദ്യത്തെ ദിവസം, രണ്ടാമത്തെ ദിവസം, മൂന്നാമത്തെ ദിവസം, നാലാമത്തെ ദിവസം, 5 ദിവസം കൊണ്ട് 100 യോജന ചിറകെട്ടി. ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമുക്കിപ്പോൾ ഈ അടുത്തിടയ്ക്ക് നമ്മുടെ വയനാട്ടിൽ നടന്ന ഈ ഉരുൾപൊട്ടലും അതിനെ തുടർന്നൊക്കെ ഉണ്ടായപ്പോൾ പട്ടാളക്കാർ വന്നിട്ട് 1 ദിവസം കൊണ്ട് തന്നെ ബെയിലി പാലം പണിഞ്ഞ് നമുക്ക് ഓർമ്മ വരും. അതുപോലെ ഈ വാനരന്മാരും വാനര സൈന്യവും ലക്ഷ്മണനും ശ്രീരാമനും ഹനുമാനും എല്ലാവരും കൂടെ കൂടിയിട്ടവിടെ വലിയ ചിറകെട്ടി. പർവ്വത തുല്യ ശരീരികളാകിയ ദുർവാര വീര്യമിയെന്ന കപികളും സർവദിക്കിങ്കിലും നിന്നു സരഭസം പർവ്വത പാഷാണ പാദപജാലങ്ങൾ കൊണ്ടുവന്നവ വാങ്ങിത്തുരുതിരെ കുണ്ഠവിഹീനം പടുത്തു തുടങ്ങിനാൻ. ഇപ്പോ ശരിക്കും പറഞ്ഞാൽ അതിന്റെ നേതൃത്വം വരുണനും മറ്റും നിർദ്ദേശിച്ചതനുസരിച്ചിട്ട് വിശ്വകർമാവിന്റെ മകനായ വാനരനായ നളനെ ഏൽപ്പിച്ചു. നളന്റെ നേതൃത്വത്തില് ജാമ്പവാന്റെ ഉപദേശപ്രകാരം ഹനുമാന്റെയും മറ്റും നിർദ്ദേശം അനുസരിച്ചിട്ട് ഈ പറഞ്ഞ പോലെ 10,00,000 വാനരന്മാര് 5 ദിവസം കൊണ്ട് 100 യോജന, ഒരു നേരേശതയോജനായതമായതും 25 യോജന വിസ്താരമാം വണ്ണം യുദ്ധം പടുത്തു തുടങ്ങും വിധൗ രാമഭദ്രനാം ദാശരഥി ജഗദീശ്വരൻ വ്യോമകേശം പരമേശ്വരം ശങ്കരം രാമേശ്വരം എന്ന് നാമമരുൾ ചെയ്തു. അപ്പൊ അവിടെ ഈ നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്തിന്റെ തെക്കേ അറ്റത്ത് തമിഴ്നാട്ടിലാണിപ്പോ, അവിടെ രാമേശ്വരത്തു നിന്ന് ധനുഷ്കോടി അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് ഇപ്പോഴും അതിന്റെ ചിറയുടെ ബാക്കി ഭാഗം കാണാമെന്നാണ് പറയുന്നത്. അവിടെ നിന്ന് 100 യോജന ഉണ്ട് ലങ്കയിലെത്തും. അപ്പൊ ലങ്കയിലെത്തുന്ന ആ ചിറയൊക്കെ പണിഞ്ഞ് അങ്ങനെ രാമേശ്വരത്ത് നിന്ന് സേതു നിർമ്മാണം പുരോഗമിച്ച് ലങ്ക വരെ പൂർത്തീകരിച്ചു. നിർമ്മാണത്തില് ശരിക്കും പറഞ്ഞാൽ നമ്മളെ പണ്ട് കൊച്ചിലെ പഠിച്ചിട്ടുണ്ട്. അണ്ണാരക്കണ്ണൻ വരെ അതിനകത്ത് പങ്കെടുത്തു എന്നാണ്. അണ്ണാരക്കണ്ണൻ ആ മണ്ണിൽ കിടന്ന് ഉരുണ്ടിട്ട് ചിറയിൽ ചെന്ന് കുടഞ്ഞ് മണൽ സ്വരൂപിച്ച് സഹായിച്ചു എന്നാണ് കഥ. അപ്പൊ അതിലെ സേവന വ്യഗ്രത കണ്ട് ശ്രീരാമന് അണ്ണാരക്കണ്ണനെ തഴകിയത് കൊണ്ടാണ് അതിന്റെ പുറത്തുള്ള 3 വര എന്നൊരു വിശ്വാസമുണ്ട്. എന്തായാലും അവിടെ ഒരു ഫലശ്രുതി എഴുത്തച്ഛൻ പറയുന്നുണ്ട്. യാതൊരു മർത്യനിവിടെ വന്നാദരാൽ സേതുബന്ധം കണ്ടു രാമേശ്വരനെയും ഭക്ത്യാ ഭജിക്കുന്നതപ്പോൾ അവൻ ബ്രഹ്മഹത്യാദി പാപങ്ങളോട് വേർപെട്ടതി ശുദ്ധനായി വന്നുകൂടും മമാനുഗ്രഹാൽ മുക്തിയും വന്നിടും ഇല്ലൊരു സംശയം. അപ്പോ ഇന്നും നമ്മളിപ്പോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ രാമേശ്വരത്ത് പോയി രാമേശ്വരം എന്ന പുണ്യഭൂമിയിൽ ചെന്ന് അമ്പലത്തിൽ തൊഴുത് തീർത്ഥങ്ങളൊക്കെ കണ്ട് അവിടുന്ന് ചിറയൊക്കെ കണ്ടു പോരുമ്പോൾ നമ്മൾ ആ ത്രേതായുഗത്തിൽ നടന്ന ആ സംഭവത്തിന്റെ ഒരു ഓർമ്മയുടെ കെട്ടഴിയും. അപ്പോ അത് കൂടാതെ ഈ സേതു ബന്ധനത്തിന്റെ അവസാന ഭാഗം കുറച്ച് പാരായണം ചെയ്ത് സമർപ്പിക്കാമെന്ന് ഞാൻ വിചാരിക്കുന്നു. സമയം അതിക്രമിച്ചില്ലെങ്കിൽ അതിലൂടെ അനുവദിക്കണം. സേതുബന്ധത്തിങ്കൽ മജ്ജനവും ചെയ്തു ഭൂദേശനാകിയ രാമേശ്വരനെയും കണ്ടു വണങ്ങി പുറപ്പെട്ടു ശുദ്ധനായി കുണ്ഠത കൈവിട്ടു വാരാണസി പുക്കു ഗംഗയിൽ സ്നാനവും ചെയ്തു ജിതശ്രമം ഗംഗാസലിലവും കൊണ്ടുവന്നാദരാൽ രാമേശ്വരൻ അഭിഷേകവും ചെയ്തത് ശ്രീവൽ സമുദ്രേ കളഞ്ഞു തൽഭാരവും മജ്ജനം ചെയ്യുന്ന മർത്യനിന്നോട് സായുജ്യം വരുവതിനില്ലൊരു സംശയം എന്നരുൾ ചെയ്തതു രാമൻ തിരുവടി നന്നായി തൊഴുതു സേവിച്ചതെല്ലാവരും വിശ്വകർമാത്മജനാം നളനും പിന്നെ വിശ്വാസമോട് പടുത്തു തുടങ്ങിനാൻ വിദ്രുതമദ്രി പാഷാണതരുക്കളാൽ അതിനെ തീർന്നു 14 യോജന തീർന്നത് 20 യോജന പിറ്റേന്നാൾ 3-ാം ദിനം 21 യോജന 4-ാം ദിനം 22 പോലെ
മൂന്നും അഞ്ചാം ദിനം 5 നാൾ കൊണ്ടു ശതയോജനായതം ചഞ്ചലമെഞ്ചിയേ തീർന്നോരനന്തരം സേതുവിന്മേലെ നടന്നു കപികളും ആതങ്കഹീനം കടന്നു തുടങ്ങിനാർ. മാരുതി കണ്ഠേ കരേറി രഘൂത്തമൻ താരേയ കണ്ഠേ സുമിത്രാതനേനും ആരുഹ്യ ചെന്നു സുബേലാചലമുകളേറിനാൾ വാനരസേനയോടും ദ്രുതം. ലങ്കാപുരാലോകനാശയാ രാഘവൻ ശങ്കാവിഹീനം സുബേലാചലോപരി സംപ്രാപ്യ നോക്കിയ നേരത്തു കണ്ണിതു ജമ്പാരിതൻ പുരിക്കൊത്ത ലങ്കാപുരം സ്വർണമയധ്വജ പ്രാകാരതോരണ പൂർണ്ണ മനോഹരം പ്രാസാദ സങ്കുലം കൈലാസ ശൈലേന്ദ്ര സന്നിഭ ഗോപുരജാല പരിഖ ശതഘ്നീ സമന്വിതം പ്രാസാദമൂർധ്നി വിസ്തീർണ ദേശേ ബുധാ വാസ്തവതുല്യ പ്രഭാവേന രാവണൻ രത്നസിംഹാസനെ മന്ത്രിഭി സങ്കുലേ അപൈത്രരൂപശോഭിതേ ആലവട്ടങ്ങളും വെഞ്ചാമരങ്ങളും ബാലത്തരുണിമാരെ കൊണ്ടു വീച്ചു നീലശൈലാഭം ദശകിരീടോജ്വലം നീലമേഘോപമം കണ്ടു രഘുത്തമൻ വിസ്മയം കൈക്കൊണ്ടു മാനിച്ചു മാനസേ സസ്മിതം വാനരന്മാരോടു ചൊല്ലിനാൻ ഉന്നേതിബദ്ധനായ ഒരു ശുകാസുരൻ തന്നെ വിരവോടയക്കമടിയാതെ ചെന്നു ദശഗ്രീവനോട് വൃത്താന്തങ്ങൾ ഒന്നൊഴിയാതെ അറിയിക്ക വൈകാതെ എന്നരുൾ ചെയ്തത് കേട്ടു തൊഴുതവൻ ചെന്നു ദശാനൻ തന്നെ വണങ്ങിനാൻ. അങ്ങനെ 23-ാം ദിവസം വായിക്കേണ്ട ഭാഗം കൂടെ കഴിഞ്ഞിരിക്കുകയാണ്. ശരിക്ക് നേരത്തെ പറഞ്ഞതുപോലെ ഹനുമാന്റെ ചുമലില് ശ്രീരാമനും അംഗദന്റെ ചുമലില് ലക്ഷ്മണനും വാനരന്മാരും എല്ലാം അക്കരെ എത്തി. എല്ലാവർക്കും ഹനുമാനെ പോലെ പറന്ന് ഒരു ചാടിക്കിടക്കാനുള്ള ഇതൊന്നുമില്ല. അതുപോലെ മായാവിയായിട്ടുള്ള രാക്ഷസനായിട്ടുള്ള വിഭീഷണനൊക്കെ വന്ന പോലെയോ ശുഗൻ വന്ന പോലെയോ പറന്നും പോകാനൊക്കത്തില്ല. അതുകൊണ്ട് ചിറ കെട്ടേണ്ടത് അനിവാര്യമായിരുന്നു. ചിറ കെട്ടി എല്ലാവരും അക്കരെ കിടന്നു, യുദ്ധം ചെയ്തു. യുദ്ധത്തില് രാവണനെ നിഗ്രഹിച്ചു, സീതയെ വീണ്ടെടുത്തു, തിരികെ വരികയും ചെയ്തു. ഇതാണ് സേതുബന്ധനം. ഈ സേതുബന്ധനം ഭാഗം വായിച്ചു കഴിയുമ്പോൾ നമ്മള് ശരിക്കും ഓർത്തിരിക്കേണ്ട 2-3 കാര്യങ്ങളുണ്ട്. ഒന്ന്, രാക്ഷസ നിഗ്രഹത്തിനായി ലങ്കയിലേക്ക് പോകണമെന്നുള്ളതിന് ചിറ അനിവാര്യമായിരുന്നു. തിന്മയുടെ മേൽ നന്മയ്ക്കുള്ള വിജയത്തിന് വഴിയൊരുക്കുന്നത് ഈ സേതുബന്ധനമാണ്. ഇതിന് നേതൃത്വം നൽകിയത് സുഗ്രീവൻ എന്ന വാനര രാജാവ്, ഹനുമാൻ എന്ന ശ്രീരാമഭക്തനായ മന്ത്രി, അംഗദൻ എന്ന് പറഞ്ഞ ബാലിയുടെ പുത്രനും യുവരാജാവും, നളൻ വിശ്വകർമാവിന്റെ പുത്രനും ശില്പിയും, പിന്നെ ജാമ്പവാൻ വൃദ്ധവാനരനാണ്, പക്വമതിയാണ്, ഉപദേശിക്കുന്നയാളാണ്, സുഷേണൻ എന്ന് പറയുന്നത് വൈദ്യനാണ്, നീലൻ എന്ന് പറയുന്നത് ഈ യുദ്ധ നിപുണനാണ്. ഇങ്ങനെയുള്ള ആൾക്കാരുടെ നേതൃത്വത്തിലാണ് ചിറ കെട്ടിയത്. പിന്നെ ധർമ്മത്തിന്റെ സംരക്ഷണാർത്ഥം ഭക്തിപൂർവം കർമ്മമാർഗത്തിൽ ചെയ്ത സ്നേഹബന്ധങ്ങളിൽ കൂടെയാണ് ഈ സേതുബന്ധനം നടത്തിയത്. പിന്നെ വാനരന്മാരെന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ ഓടിയെത്തുന്ന ഈ കുരങ്ങന്മാര് അവരല്ല, അതൊരു പ്രത്യേക സ്പീഷീസ് ആണ്. ഓൾമോസ്റ്റ് നിയർ ടു നമ്മുടെ മനുഷ്യരുടെ കൂട്ട് തന്നെ ആയിട്ടുള്ള ഒരു ഗ്രൂപ്പ് ആൾക്കാരാണ്. അവർക്ക് നല്ല എന്താ പറയുക, ചപലതയുണ്ട്, അവർക്ക് ചടുലതയുണ്ട്, അവർക്ക് നല്ല നൈപുണ്യമുണ്ട്, യുദ്ധ നൈപുണ്യമുണ്ട്, അവർക്ക് വിനയമുണ്ട്, അവർക്ക് സമർപ്പണമുണ്ട്. ഇത്രയും കാര്യങ്ങളുള്ള ഈ വാനരന്മാരെ കൂട്ടുപിടിച്ചിട്ടാണ് ശ്രീരാമൻ ലങ്കയിലേക്ക് പോകുന്നത്. ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. അതായത് ഇത്രയും നേരം എന്നെ ശ്രവിച്ച ഈ അനുവാചകര്, ശ്രോതാക്കള്, അവരോടുള്ള സന്തോഷം അറിയിക്കുന്നു. ഈ എൻ്റെ വാക്കുകൾ ആഞ്ജനേയ സ്വാമി സഹിതനായ ശ്രീരാമസ്വാമിയുടെ പാതാരവിന്ദങ്ങളിൽ സമർപ്പിക്കുന്നു. അല്പം നീണ്ടുപോയതിൽ ക്ഷമിക്കണം. നന്ദി, നമസ്കാരം. രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേധസേ രഘുനാഥായ നാഥായ സീതായ പതേ നമഃ. കായേന വാചാ മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാൽ കരോമി യദ്യൽ സകലം പരസ്മൈ ശ്രീ നാരായണായേതി സമർപ്പയാമി. ശ്രീ രാധാകൃഷ്ണൻ നമ്പൂതിരി അദ്ദേഹം അധ്യാത്മരാമായണത്തിലെ വരികളെ വളരെ നല്ല രീതിയിൽ അത് മനസ്സിലാക്കി അതിനെ നമുക്ക് മനസ്സിലാകുന്ന രീതിയിൽ ആ കഥയോട് ചേർത്ത് ഭംഗിയായിട്ട് പറഞ്ഞു തന്നു. ഇതിൽ കൂടുതൽ എങ്ങനെയാ ഒരാൾക്ക് നന്നായിട്ട് പറഞ്ഞു തരാൻ പറ്റുമെന്നറിയില്ല. വളരെ ഭംഗിയായിരുന്നു. വളരെ വളരെ സന്തോഷം നമ്മുടെ ഈ വേദിയെ ധന്യമാക്കിയതിൽ. ഇനിയും ധാരാളം പ്രഭാഷണങ്ങൾ ഇവിടെ നമ്മുടെ വേദിയിൽ നടത്തുവാൻ സാറിനെ ഭഗവാൻ അനുഗ്രഹിക്കട്ടെ. അത് കേൾക്കുവാൻ ഞങ്ങൾക്കും അവസരം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.
എല്ലാവിധ ഭാവുകങ്ങളും നേരുന്നു. ചേട്ടാ. സൈറാം. രാധാകൃഷ്ണൻ തിരുമേനി, അങ്ങയുടെ പാദങ്ങളില് വിനീത നമസ്കാരം. യുദ്ധകാണ്ഡത്തിലെ സേതുബന്ധനം ഇനി ഇതിൽ കൂടുതൽ ഭംഗിയായിട്ട് വിവരിക്കാനാവില്ല. തിരുമേനി കുട്ടികൾക്ക് നൽകുന്ന രാമായണ പരിശീലനത്തെ കുറിച്ച് പരാമർശിച്ചത് ഏറ്റവും സന്ദർഭോചിതമായിരുന്നു. പരമേശ്വരൻ സാർ അത് നിർവഹിക്കുന്നത് അതൊരു ഈശ്വര നിയോഗം പോലെ തന്നെയാണ്. അങ്ങ് പറഞ്ഞത് 100% ശരിയാണ്. നാരായണീയവും ONV-യുടെ കവിതാശകളൊക്കെ ഉദ്ധരിച്ചുകൊണ്ടാണ് കഥാഭാഗത്തേക്ക് തിരുമേനി പ്രവേശിച്ചത്. യുദ്ധകാണ്ഡത്തിലെ ശീലികളും ചൊല്ലി തൻ്റെ കഥാഭാഗം ശരിക്ക് പഠിച്ചിട്ടാണ് ഞങ്ങൾക്കിതെല്ലാം പറഞ്ഞു തന്നത്. എങ്ങനെയാണ് നന്ദി പറയേണ്ടതെന്ന് അറിഞ്ഞുകൂടാ. സേതുബന്ധനം തിരുമേനി വളരെ സുവ്യക്തമായി തന്നെ പഠിപ്പിച്ചു. അണ്ണാറക്കണ്ണനെ പരാമർശിച്ചുകൊണ്ട് സേവനത്തിൻ്റെ മഹത്വവും എത്രയാണെന്ന് പഠിപ്പിച്ചു തന്നു. പ്രധാന കഥാപാത്രങ്ങളെയും അവസാനം വിശകലനം ചെയ്ത് ഓരോരുത്തരെയായിട്ട് പരിചയപ്പെടുത്തി. തിരുമേനിക്ക് ഒരിക്കൽ കൂടെ നന്ദി പറയുന്നു. നമസ്കാരം. താങ്ക് യു സർ. സന്തോഷം. മധുചേട്ടനെ ഒരു മാതൃകാ പുരുഷനാക്കിയിട്ട് കൊണ്ടുപോകണമെന്നാണ് എന്റെയൊക്കെ ആഗ്രഹം. പറ്റുന്നില്ല, മനസ്സുകൊണ്ട് ഇത്രയും വിനയം എങ്ങനെ പറ്റുന്നു? എന്റെ തിരുമനസ് നിങ്ങളുടെ എല്ലാം പാദസേവ ചെയ്യാൻ മാത്രമേ എന്നോട് പറഞ്ഞിട്ടുള്ളൂ. അതിനു വേണ്ടിയിട്ടാണ് എന്റെ നിയോഗം. പറഞ്ഞതിലൊന്നും തോന്നരുത്. തിരുമേനി ഗംഭീരമായിരുന്നു കേട്ടോ. ഞങ്ങൾ നല്ലോണം ആസ്വദിച്ചു. വളരെ നല്ല പ്രഭാഷണം. താങ്ക് യു. താങ്ക് യു സന്ധ്യാജി. ഇതിനെ ഒരു പ്രഭാഷണം എന്നൊന്നും വിളിക്കാനില്ല, ഒരു ഭാഷണം. നേരത്തെ പറഞ്ഞാല് നമുക്കൊന്നും അതിനുള്ള ഒരു ഇതൊന്നും പാങ്ങൊന്നും ആയിട്ടില്ല. പ്രഭാഷണം അതിപ്പോ ഒരുപാട് പറഞ്ഞ പോലെ സ്റ്റേജുകൾ കിട്ടി പതുക്കെ വന്നു കഴിയുമ്പോൾ നമുക്ക് കൂടുതൽ കാര്യങ്ങൾ അറിയാൻ പറ്റുമായിരിക്കും. ഇത് രാമായണത്തിലൂടെ പ്രത്യേകിച്ചും പല ഭാഗത്തിലൂടെ ഒന്ന് ഊളിയിട്ട് പോകാനുള്ള ഒരു അവസരം കിട്ടി എന്നുള്ള നിലയ്ക്ക് ഞാനതിനെ എടുത്തിട്ടുള്ളൂ. പ്രഭാഷണം എന്നൊന്നും പറയാനില്ല. അല്ല, ഒരു ചെറിയൊരു സമയമാണല്ലോ, ലിമിറ്റഡ് സമയത്തിനുള്ളില് ഇത്രയും പറഞ്ഞ് ഫലിപ്പിക്കാന്ന് പറഞ്ഞാൽ അതൊരു വലിയ ജോലിയാണ്, അതൊരു വലിയ കഴിവാണ് സത്യം പറഞ്ഞാൽ. അതിനെ നമ്മൾ മാനിക്കണം. വളരെയധികം സന്തോഷം. നന്നായിരുന്നു. താങ്ക് യു. പരമേശ്വർജി, നാളത്തെ പരിപാടി പറയണ്ടേ? നാളെ കുട്ടികളുടെ പരിപാടിയിൽ നാളെ കഥ പറയുന്നത് 2 രീതിയിലാണ്. ഒന്ന് നമ്മുടെ ഇപ്പോൾ പറയുന്ന കഥ, രാമായണ കഥ തുടർച്ചയായിട്ടും, പിന്നെ നേരത്തെ കുഞ്ഞു കുട്ടികൾ ഓരോ കാണ്ഡമായിട്ട് അവതരിപ്പിക്കുന്നുണ്ടായിരുന്നു. അപ്പൊ നാളെ കിഷ്കിന്ധാകാന്ഡം 2 കുട്ടികളായിട്ട് അവതരിപ്പിക്കുന്നുണ്ട്. അഭിന ആൻഡ് അനന്യ അശോക്. വലിയ കുട്ടികളുടെ ഭാഗത്തില് ശ്രുതിമോൾ ആണ് നാളെ കഥാഭാഗം അവതരിപ്പിക്കുന്നത്. അപ്പൊ 3 പേരാണ് വരുന്നത്: അഭിന, അനന്യ അശോക്, ശ്രുതിമോൾ. വലിയ ആൾക്കാരുടെ പ്രഭാഷണ പരമ്പരയില് നാളെ കുമാരി സായി ദർശന അവതരിപ്പിക്കുന്നത് ഹനുമാന്റെ ഔഷധാഹരണ യാത്ര എന്നാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഔഷധം കൊണ്ടുവരുന്ന ഭാഗമാണ്, ഹനുമാൻ സ്വാമിയുടെ ഔഷധം കൊണ്ടുവരുന്ന ഭാഗം. അതാണ് നാളെ സായി ദർശന അവതരിപ്പിക്കുന്നത്. എല്ലാവരും നേരത്തെ തന്നെ സന്നിഹിതരായി എല്ലാവരെയും പ്രോത്സാഹിപ്പിക്കുക, അവർക്ക് വേണ്ട അനുഗ്രഹങ്ങൾ കൊടുക്കുക. എല്ലാവർക്കും നമസ്കാരം. നാളെ നമുക്ക് വീണ്ടും നേരത്തെ കാണാം. സായിറാം സർ.